പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2016 കുറച്ച് പയ്യന്മാർ അവർ വെള്ളിത്തിരയിൽ ആനന്ദ തിരയിളക്കിയ ഒരു വർഷമായിരുന്നു അത്. അതിൽ തന്നെ എല്ലാവരുടെയും മനം കവർന്ന ഒരു പയ്യനുണ്ട്. ദേ ഈ 2026 ചത്താ പച്ചയിലൂടെ അങ്ങ് തുടരുകയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുപ്പി. എത്രയും പ്രിയപ്പെട്ട വിശാഖ് നായരാണ് ഇന്ന് നമുക്കിപ്പം ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായിട്ടുള്ളത്. ബ്രോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമാണല്ലോ അല്ലേ? ചത്താ പച്ച, അത് പച്ച പിടിച്ചെന്നല്ല, അങ്ങ് വിജയിച്ച് കയറുവാണ്. ഗംഭീര അഭിപ്രായമാണ്, അടിപൊളിയാണ്. എന്താ വിശേഷങ്ങൾ ചത്താ പച്ചയുടെ? താങ്ക് യു. എല്ലാവരും ഭയങ്കര ഓവർവെൽഡ് ആണ്. ഭയങ്കരമായിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിയേറ്ററിൽ പോയി ഒരു പാക്ഡ് ഓഡിയൻസിന് കൂടെ നമുക്ക് ഇതിന്റെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ ഭയങ്കര ഓവർവെൽമിംഗ് തന്നെയായിരുന്നു. അപ്പോൾ താങ്ക് യു ടു എവറിബഡി ഈ ഒരു പടം അക്സെപ്റ്റ് ചെയ്തതിന്. ഓക്കെ, നമ്മൾ ഈ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ഓരോരുത്തരും വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പം വിശാഖിനെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ അത്രയധികം സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പം പ്രത്യേകിച്ച് 90s കിഡ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്നും പോയി, ഇനി ഇതൊക്കെ ഈ കാലമൊന്നും തിരിച്ചു വരില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയമൊക്കെ WWE കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, അതൊക്കെ വീണ്ടും കാണുമ്പോഴത്തേക്ക് അത് നമ്മളെയൊക്കെ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഈ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ചത്താ പച്ചയിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു? മാം ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു, നൊസ്റ്റാൾജിയ. ആ സാധനം തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അതായത് അദ്വൈത് വന്ന് ഈ കഥ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ ആരും ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. കാരണം ഇത് മട്ടാഞ്ചേരിയിൽ കുറച്ച് പിള്ളേർ ചെയ്ത് കൂട്ടുന്ന ഒരു ഷോ ആയിട്ടാണ് പടത്തിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിനെ റൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ. നമ്മളൊക്കെ 90s കിഡ്സിന് എസ്പെഷ്യലി മാം പറഞ്ഞ പോലെ ഇത് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ള സാധനമാണോ. മറ്റേ ട്രേഡിംഗ് കാർഡ്സ്, മറ്റേ ബ്രദേഴ്സിന്റെ ഒക്കെ കൂടെ നമ്മൾ ബെഡിൽ ഗുസ്തി ചെയ്യുക, പ്ലേ സ്റ്റേഷനിൽ മറ്റേ ഗെയിം കളിക്കുക. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായിട്ട് അദ്വൈത് നമ്മുടെ അടുത്ത് വന്ന് പിച്ച് ചെയ്തപ്പോൾ അത് ഇൻസ്റ്റന്റ്ലി യെസ് പറഞ്ഞ ഒരു പോയിന്റിൽ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ ഇതിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയ ടെക്നീഷ്യൻസ് ഒക്കെ വന്നപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ വലുതായി ഇത്രയും വലിയൊരു സാധനമായി മാറിയത്. ബട്ട് വെരി ഹാപ്പി. കാരണം ഈ നൊസ്റ്റാൾജി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈവൻ ചെറിയ പിള്ളേരാണെങ്കിൽ പോലും, ജെൻ ആൽഫ എന്ന് പറയുന്ന പിള്ളേരാണെങ്കിൽ പോലും, അവർക്കൊന്നും നമ്മുടെ അത്രയും ഒരു നൊസ്റ്റാൾജി ഇല്ലല്ലോ. പക്ഷെ അവർക്ക് ഒബ്വിയസ്ലി ഇതായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഗുസ്തി എന്നുള്ള സാധനത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ ചില പിള്ളേരൊക്കെ ഇടിക്കാൻ ഇങ്ങനെ ഓൺ ആയിട്ട് നിൽക്കായിരുന്നു പടം കണ്ടിട്ട്. പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇത് എളുപ്പമല്ല, ഇഞ്ചറി പ്രോൺ ആവാൻ സാധ്യതയുണ്ട്. ബട്ട് വി ആർ വെരി ഹാപ്പി. വിശാഖ് ബ്രോ, ഇപ്പം 10 കൊല്ലമാണ് കുപ്പിയിൽ നിന്നിട്ട് ചെറിയാൻ വരെ ഗംഭീര ഒരു ജേർണിയല്ലേ. സീനിയർ ആക്ടറാണ് ഇപ്പോൾ. ആ ജേർണി ഒന്ന് എങ്ങനെ നമുക്ക് ഒരു ചുരുങ്ങിയ വാക്കിൽ എങ്ങനെ പറയാം? ഭയങ്കര ട്രാൻസ്ഫോർമേഷണൽ ജേർണി ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുറച്ചൊരു 2-3 വർഷങ്ങളായിട്ടാണ് എനിക്ക് ചെയ്യാൻ എക്സൈറ്റ്മെന്റ് തോന്നിപ്പിക്കുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് കിട്ടി തുടങ്ങിയത്. അതുവരെ കുപ്പി സൂപ്പർ ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന കുറേ ക്യാരക്ടേഴ്സ് ഏകദേശം ഒരേ ഒരു ടോൺ മീറ്ററിലൊക്കെ നിൽക്കുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു പോയിന്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ചെറിയതായിട്ടൊന്ന് പിന്മാറാം, കുറച്ചൊന്ന് സെലക്റ്റീവ് ആവാം എന്നൊക്കെ ഡിസൈഡ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് ദാറ്റ് കാര്യങ്ങൾ താങ്ക്ഫുള്ളി ആ ഗ്യാമ്പിൾ വർക്ക്ഔട്ട് ആയി. താങ്ക്ഫുള്ളി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ് ഐ ഫീൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ജേർണി തുടങ്ങിയത് എന്നുള്ള ഒരു ഫീലിംഗിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇതിപ്പം എപ്പോഴും ഈ കുപ്പി എന്ന് പറയാനുള്ള കാരണം എനിക്ക് ആ സിനിമ ഒത്തിരി ഇഷ്ടം. ആനന്ദം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാനൊരു ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആദ്യം പോയി കാണുന്ന സിനിമ ആനന്ദമാണ്. ഇപ്പം കുറച്ച് ദിവസം മുന്നേ സച്ചിൻ നമുക്കിപ്പം അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, സച്ചിൻ വാര്യർ. അപ്പം ഞാൻ പറയായിരുന്നു ആനന്ദത്തിലെ ഓരോ പാട്ടും അത് അത്രയും കിടിലമാണ്. എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ ലൂപ്പിൽ കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ് അതിൻ്റെ. അപ്പോൾ പാട്ടുകളാണെങ്കിലും ആ സിനിമയാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീണ്ടും ഒരു ക്യാമ്പസ് ലൈഫിലേക്ക് കൊണ്ടുപോകുന്നതും ആ ടൂറും കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ നമ്മൾ ആരൊക്കെ വന്നാലും പോയാലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുപ്പിയുടെ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും. എല്ലാത്തിനെയും ആദ്യത്തേത് എന്നും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ അല്ലേ? അല്ല, മറ്റേ ഈ ഇംഗ്ലണ്ടില് ക്വീൻ മരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ക്വീൻ ഇസ് ഡെഡ്, ലോങ് ലിവ് ദ ക്വീൻ. അങ്ങനെ തന്നെ കുപ്പി ഇസ് ഡെഡ് ബട്ട് ലോങ് ലിവ് കുപ്പി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പക്ഷെ വെരി ഹാപ്പി. അതൊരു ബ്ലെസ്സിങ് ആണ്. ഒരു ഫസ്റ്റ് ഫിലിമിൽ നമുക്ക് അത്രയും അംഗീകാരവും റെക്കഗ്നീഷനും കിട്ടുന്ന അതൊരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ്. ഇപ്പൊ പക്ഷെ ആ ഒരു ബ്ലെസ്സിങ്ങിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇൻ ദ സെൻസ് ഓഫ് കുപ്പിനെ കൊണ്ട് പലതും പറ്റും. കുപ്പി മറ്റേ വില്ലനായിട്ട് വന്നാൽ അത് വേറെ സാധനമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. വിച്ച് ഇസ് വാട്ട് ഐ വാണ്ടഡ്. അത് ആ ഒരു എക്സ്പെക്ടേഷൻ റീഡിഫൈൻ ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ബ്ലെസ്സിങ്. അത് ഇനി നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ളത് വരെ ആ ഒരു ടാഗ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് നമ്മളൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഗോയിങ് ഫോർവേഡ് ആൾക്കാരെ സർപ്രൈസ് ചെയ്യണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. ആൾക്കാരെ ഇനിയും സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ഹാപ്പൻ.
വിശാഖ് ഇപ്പം ഈ ചെറിയാൻ എന്നുള്ള കഥാപാത്രത്തിലേക്ക് വന്നാൽ അതിന് വേണ്ടിയിട്ട് ഈ എടുത്ത എഫേർട്ടൊക്കെ എന്താണ്? ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമല്ലോ, ബോഡി ബിൽഡിംഗ് അടക്കം. ആക്ച്വലി ബോഡി ബിൽഡ് ആണ്, പക്ഷെ എങ്കിലും പറയുമായിരുന്നു. അല്ല, ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടർ ശരിക്കും ഒരു ബോഡി ബിൽഡറും ഒരു ട്രെയിനറും പിന്നെ ഒരു ഗുസ്തികാരനും ഒക്കെയാണ്. അപ്പൊ ഓബിയസ്ലി അയാളുടെ ഒരു രീതിയിൽ എന്താ പറയുക, എസ്തറ്റിക് ആയിരിക്കണം, എന്നാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ആജൈൽ ആയിരിക്കണം. ഇതായിരുന്നു എൻ്റെ മെയിൻ ഒരു ഫിസിക്കൽ എഫേർട്ട് എന്നുള്ള ഒരു സാധനം. ഒരു 6 to 8 months ഞങ്ങളെല്ലാവരും മെയിൻ കാസ്റ്റിലുള്ള എല്ലാവരും രാവിലെ 2 ടൈപ്പ് ട്രെയിനിങ്, പിന്നെ വൈകുന്നേരം മറ്റേ ജിമ്മി പോലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്, ഇതൊക്കെ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് 6 to 8 months. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുത്തുകൊണ്ട് ആ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഇമ്പാക്ട് നമുക്ക് തോന്നുന്നുണ്ട്. ലക്ലി ഇഞ്ചുറീസിന്റെ എന്താ പറയുക, തീവ്രത അത്രയും എക്സ്ട്രീം ആയിരുന്നില്ല. ചെറിയ ഇഞ്ചുറീസ് എല്ലാവർക്കും പറ്റി, പക്ഷേ വാസ് മാനേജബിൾ. ആ ട്രെയിനിങ്ങിന്റെ ഗുണമാണത്. ആ ട്രെയിനിങ് ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഷാബൻ ഡേവിസ്, ഷാമിൻ, നമ്മുടെ ഒരു നല്ലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്ത് ഗൈഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട്. പേഡ് ഓഫ്. ഈ വർഷത്തിൽ ഇപ്പോൾ റോഷനാണെങ്കിലും അർജുനാണെങ്കിലും ഞാനാണെങ്കിലും ഇഷാൻ ആണെങ്കിലും ബാക്കി കാസ്റ്റ്മേറ്റ്സ് ആണെങ്കിലും വേറെ ഒരു പ്രോജക്റ്റും പിടിക്കാണ്ട് കംപ്ലീറ്റ് ടൈം ആൻഡ് എഫേർട്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ച് ചെയ്തൊരു സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഈ അറിയാവുന്ന ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ്ങും കൂടെ ആയിരുന്നു തോന്നുന്നല്ലേ? ഇപ്പം അർജുൻ അശോകൻ ആവട്ടെ, വിശാഖ ആകട്ടെ, അതിനൊപ്പം തന്നെ നമ്മുടെ റോഷൻ ആകട്ടെ, അല്ലെ, എല്ലാവരും പരസ്പരം അറിയാവുന്ന മനുഷ്യര്. റോഷനും ഞാനും ഒബിയസ്ലി പണ്ടോട്ടുള്ള പരിചയമുണ്ട്, പക്ഷെ അർജുനായിട്ട് എനിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല. ഈ ട്രെയിനിങ് പീരീഡ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഈ ഞങ്ങൾ 4 പേര് മാത്രമല്ല, ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് എന്താ ബോണ്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. മറ്റേ ഷെയർ ട്രോമയാണല്ലോ, എല്ലാവർക്കും എന്നും രാവിലെ ഒരു രാത്രി ഒരുമിച്ച് ഇടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബിയസ്ലി കളി തമാശയൊക്കെ ആയിട്ട് എല്ലാവരും ബോണ്ടാവും. അപ്പൊ ഷൂട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും നമ്മുടേതായ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഫുൾ കളിയാക്കലും ഫുൾ എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ദാറ്റ് ഹെൽപ്ഡ്. ആ ഒരു ബോണ്ടിങ് ഫേസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോ ഈ നെഗറ്റീവ് ഷെയ്ഡ് റോളുകൾക്ക് വിശാഖ് നായർ ടച്ചാണ് ഇപ്പോഴത്തെ ബെഞ്ച് മാർക്ക് എന്ന് ഞാൻ പറയും. അപ്പം ഇത്രയും വില്ലത്തരം എവിടെ നിന്ന് വരുന്നു വിശാഖെ? അറിയില്ല, അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണെന്ന് അറിയില്ല. ഞാനത് അൾട്ടിമേറ്റ്ലി എനിക്ക് ഐ തിങ്ക് വാട്ട് മേക്ക് സെൻസ് ഇസ്, ഈ വില്ലന്മാരെന്ന് പറയുന്നത് ഇപ്പൊ ഹീറോയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴാണല്ലോ അയാൾ ഒരു വില്ലൻ ആവുന്നത്. പക്ഷെ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അയാളാണ് ശരി. അയാളുടെ സൈഡിൽ ഒരു ട്രൂത്ത് ഉണ്ട്. അപ്പൊ ആ ട്രൂത്ത് മനസ്സിലാക്കി അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എംപത്തൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്റെ മനസ്സിൽ അയാളൊരു വില്ലൻ അല്ല. അപ്പൊ ആ ക്യാരക്ടറിന് മാക്സിമം ജസ്റ്റിസ് ചെയ്യാൻ നോക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് മാത്രമേ എടുക്കാൻ നോക്കാറുള്ളൂ. പിന്നെ ഈ ഭാവിയിൽ എല്ലാ പടത്തിലും വില്ലനായി വരണം എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ വില്ലൻ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള കുറെ അൺടാപ്ഡ് ആയിട്ടുള്ള സൈഡ്സ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ അതും ശരിയല്ലേ എന്നുള്ള രീതിയിൽ എന്നെ തന്നെ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ വാല്യൂസ് ആയിട്ട് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആകുമ്പോൾ. സോ ദാറ്റ്സ് ഫൺ. പക്ഷെ എല്ലാ പടത്തിലും അത് പിടിച്ചാൽ കുറച്ച് ബോറാവും നമുക്കും. അപ്പോൾ ആൾക്കാരെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വിശാഖ്, ഇപ്പൊ ഈ പെർഫോമൻസിൽ നമ്മളൊരു വാവ് ഫാക്ടർ തുടർച്ചയായിട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് ആക്ടറെ സംബന്ധിച്ച് അത് ഒരു ചെറിയ കാര്യമേ അല്ല. അപ്പം വിശാഖിനൊരു എനർജി സോഴ്സ്, അതിന്റെ തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാ? അത് നമ്മള് ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഫോർ മൈസെൽഫ് ഇസ് ദാറ്റ് ഒരു പടം കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പടത്തിലോട്ട് ചാടി ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോയി ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് കുറച്ച് സമയം വേണം, ഒരു 1-2 മാസമെങ്കിലും ഒരു ക്യാരക്ടറിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണം. താങ്ക്ഫുള്ളി അത് കിട്ടാറുണ്ട് ഈ കുറച്ച് നാളായിട്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യും. ഈ ഫിസിക്കൽ ഇതല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പം നടത്തവും ഇരുത്തവും ശബ്ദവും അയാളുടെ ഒരു ബാക്ക് സ്റ്റോറി. അയാൾക്ക് ഇപ്പൊ ഈ ചെറിയാനെ കുറിച്ച് ഒരു 3-4 പേജുള്ള ഒരു ഡയറി എൻട്രി ഉണ്ട്, ചെറിയാൻസ് ഡയറി എൻട്രി എന്ന് പറഞ്ഞ സാധനം എഴുതി. അതിൽ ആ ക്യാരക്ടറിന്റെ ഇന്നർ വോയിസ്, അയാളുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഡയറി എൻട്രി ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതായിരുന്നു ഞങ്ങളുടെ ബൈബിള്. അവിടെ നിന്നാണ് പിന്നെ ചെറിയാൻ ഉണ്ടായത്. അപ്പം അങ്ങനത്തെ ചെറിയ എന്താ പറയുക ഒരു മെത്തേഡ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ക്യാരക്ടറിലേക്ക് എത്താനായിട്ട്. അതൊക്കെയാണ് വേറെ. ഇപ്പോൾ ഓരോ ക്യാരക്ടറിന് വേറെ മെത്തേഡ് ആയിരിക്കും നമ്മൾ പിടിക്കുക. അല്ലെങ്കിൽ മെത്തേഡ് എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും മറ്റേ മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സാധനമല്ല. എല്ലാ ക്യാരക്ടറും അതിന്. ഞാനിങ്ങനെ വിശാഖിനോട് ചോദിക്കാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ലയനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ ഷാറ്റേഡ് ആയിട്ട് പോവാം. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ചത്താപ്പച്ചയിൽ മമ്മൂക്കയുടെ ക്യാമിയോ റോൾ ഉണ്ടല്ലോ, അപ്പോൾ ആ റോൾ അത് മമ്മൂക്കയാണ് വരുന്നത്. ഈ മമ്മൂക്കയുടെ ഒരു എൻട്രി വരുന്ന സമയം അപ്പോഴത്തേക്കും വേറൊരു ഫീൽഡിലോട്ട് പോയോ നിങ്ങളൊക്കെ? അതോ ആ ഒരു നേരത്തെ തന്നെ അറിയാം കുഴപ്പമില്ല അങ്ങനെയായിരുന്നോ?
നേരത്തെ അറിയായിരുന്നു. ബട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, മമ്മൂക്കയ്ക്ക് ആ പോയിന്റിൽ ചെറിയൊരു ഒരു ഹെൽത്ത് പ്രോബ്ലവും ഒരു ഡിഫിക്കൽട്ടിയിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നല്ലോ. അപ്പൊ അതിന്ന് അദ്ദേഹം പുറത്ത് വന്ന് വരുന്ന ആദ്യത്തെ സെറ്റുകളിൽ ഒന്നാണ് ചത്തപ്പച്ചയുടെ സെറ്റ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഓർമ്മയുണ്ട്, സെറ്റിൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വോൾട്ടറായിട്ട് വന്നിട്ട് ആ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ് കട്ട് വിളിക്കുന്നത് എൻറ്റയർ സെറ്റ് ബേസ്റ്റ് ഇൻ ടു അപ്ലോസ് ആൻഡ് ചിയേഴ്സ് ആൻഡ് ലാഫ്റ്റർ. കാരണം എല്ലാവർക്കും അത്രയും സന്തോഷം തോന്നിയ ഒരു മൊമെന്റാണ്. ഇത് മമ്മൂക്ക തിരിച്ചെത്തി എന്നുള്ള ആ ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഇന്നും ഭയങ്കര ഫോണ്ടായിട്ട് റിമെമ്പർ ചെയ്യുന്നൊരു മൊമെന്റ് തന്നെയാണത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു പേഴ്സണൽ വിക്ടറി ആയിട്ടാണ് അന്ന് തോന്നിയത്. കാരണം അദ്ദേഹത്തിനെ നമ്മൾ ചെറുപ്പം തൊട്ടേ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം തന്നെ. ഓക്കെ, ഇപ്പം ഹിന്ദിയിലെ എമർജൻസി, മലയാളത്തിൽ ഫുട്ടേജ്, പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, കരിയറിലെ മൈൽ സ്റ്റോൺ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. വിശാഖിന് എങ്ങനെയാണ് ഇവയ്ക്കൊക്കെ? പക്ഷെ ഒരു വെയിറ്റേജ് കൂടുതലില്ലേ? ഉറപ്പായിട്ടും ഇതൊക്കെ എന്തോ കഴിഞ്ഞൊരു 1-2 വർഷത്തിൽ വന്ന ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ. ആൻഡ് താങ്ക്ഫുള്ളി ക്യാരക്ടേഴ്സിനൊക്കെ നല്ല റെസ്പോൺസും കിട്ടി. ആൻഡ് മൂന്ന് ടൈപ്പ് ആൾക്കാരാണല്ലോ. ഇപ്പൊ സഞ്ജയ് അല്ല ക്രിസ്റ്റി അല്ല ചെറിയാൻ. അപ്പോൾ ആ ഒരു സെലക്ഷൻ ഇനിയും അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പടങ്ങളിലും ഒരെണ്ണം മറ്റേ പഴയ മണിരത്നം പടങ്ങളിലെ മാധവനാണ്. ആ ഒരു ടോണുള്ള ക്യാരക്ടറാണ്. പല ഡിഫറെന്റ് സാധനങ്ങൾ വരുന്നുണ്ട്. മൈൽ സ്റ്റോൺസ് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഭയങ്കരമായിട്ട് ആ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റിയത്. എമർജൻസിയിലൂടെ നമുക്ക് ഹിന്ദിയിൽ അവിടുത്തെ ഒരു വലിയ പടത്തിൽ നമുക്ക് ഒരു മോൻ കാണിക്കാൻ പറ്റി. നല്ല റെസ്പോൺസും കിട്ടി. ചെറിയാനിലൂടെ ആ ഒരു സർപ്രൈസിങ് ഫാക്ടർ വീണ്ടും കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അതൊക്കെ കുറേയൊക്കെ ഭാഗ്യമാണ്, കുറേ പേരുടെ പ്രാർത്ഥനയാണ്. സത്യം പറഞ്ഞാൽ വൈഫിനെ ആണെങ്കിലും പേരൻസിനെ ആണെങ്കിലും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ആണെങ്കിലും ടു ദം ഇറ്റ് ഫീൽസ് ലൈക്ക് എ പേഴ്സണൽ. ഇപ്പോൾ ചത്തപ്പച്ച ഇറങ്ങി അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. കാരണം എല്ലാവരും കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവരും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. വിശാഖിനൊരു പാൻ ഇന്ത്യൻ അപ്പീൽ ഉണ്ടെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പം ലൈക്ക് ശരീരഭാഷയിലാണെങ്കിലും ഒരു ക്യാരക്ടർ പിടിക്കുന്നതിലാണെങ്കിലും ഹിന്ദിയിലേക്കൊക്കെ എത്തിയതിലും അതുകൊണ്ട് തന്നെ ഒരു അത്ഭുതവും ഇല്ല. എങ്കിലും കങ്കണയുമായിട്ടൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, പുള്ളിക്കാരത്തി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു മേക്കറാണ്. ആ പടം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോൾ സഞ്ജയ് ഗാന്ധി സ്റ്റോൾ ദ ഷോ, സഞ്ജയ് ഗാന്ധി സീൻ സ്റ്റീലർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഹെഡ്ലൈൻസും കുറേ ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ വന്നിരുന്നു. ബട്ട് ഷീ വാസ് വെരി ഗ്രേഷ്യസ്. ആ പോയിന്റിൽ പുള്ളിക്കാരത്തി തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. ലുക്ക് ഹൂസ് ഹിയർ, ദ ഷോ സ്റ്റീലർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷീ വാസ് ഓൾസോ ഹാപ്പി ടു ഷെയർ ദ സ്പോട്ട് ലൈറ്റ്. അപ്പൊ അത് ഒരു ആർട്ടിസ്റ്റിന്റെ മെച്ചോറിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഹോപ്പ് ദാറ്റ് ഓഡിയൻസ് സ്റ്റിൽ സീംസ് അത് ഒരു പടം എപ്പോഴും ലൈവാണ് നെറ്റ്ഫ്ലിക്സിൽ ആൻഡ് പീപ്പിൾ സ്റ്റിൽ മെസ്സേജ്. പിന്നെ പുതിയ ഓഡിയൻസിലേക്ക് ഇനി എത്തട്ടെ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ആ പടം. ഓക്കെ, വീണ്ടും ബാക്ക് ടു ചത്താപ്പച്ച വന്നാലേ ഈ എല്ലാവരും ഭീകര ഇടിയാണ്. ഇപ്പം ഞാൻ സിനിമ കാണുന്നത് എനിക്ക് തോന്നുന്നു 11 മണി ഷോയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് തിയേറ്റർ ഫുള്ളെന്ന് മാത്രമല്ല എല്ലാം ഈ ഏറെക്കുറെ ഒരേ ഏജ് ലെവലുള്ള ആൾക്കാർ നല്ല കൂക്കി വിളിയും ബഹളവും ഒക്കെയുള്ള വൻ വൈബിലിരുന്നാണ് ഞാൻ ആ പടം കണ്ടത്. അപ്പോൾ എല്ലാവരും മുട്ടനിടിയാണ്. പണ്ട് തൊട്ടേ ഈ WWE ഒക്കെ കണ്ട ആവേശം മുഴുവൻ ഉൾക്കൊണ്ട് ഇടിച്ചതാണോ എല്ലാവരും? ആ റെസ്ലിംഗ് വിശേഷം ഒന്ന് പറയൂ. ഇഞ്ചപ്പരുവായോ? ഉറപ്പായിട്ടും അല്ല, ഇത് നമുക്ക് നമ്മുടെ ഒരു വൈൽഡസ്റ്റ് ചൈൽഡ്ഹുഡ് ഫാന്റസീസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെ ആണല്ലോ. കാരണം നമ്മൾ പണ്ട് കൗച്ചിലും ബെഡിലും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പൊ ഫുള്ളി ഓൺ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടെ ആയിരുന്നു. സോ ദാറ്റ് റിയലി മേഡ് സെൻസ് ടു ഓൾ ഓഫ് us. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പടമൊന്നും എപ്പോഴും കിട്ടില്ലെന്നേ. അപ്പോൾ നമ്മളത് മാക്സിമം പണിയെടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഈ ഇടിക്കുള്ള ഇമ്പാക്റ്റ് ഒക്കെ വരാൻ കാരണം ഞങ്ങൾ ട്രെയിൻ ചെയ്തത് കൊണ്ട് മാത്രമാവില്ല. അത് ഇപ്പോൾ ക്യാമറ ചെയ്ത ആനന്ദേട്ടൻ, പിന്നെ ഓഫ് കോഴ്സ് സുദീപും ജോമനേട്ടൻ അഡീഷണൽ ക്യാമറ ചെയ്തു, പ്രവീൺ ചേട്ടൻ എഡിറ്റർ, മ്യൂസിക്കിൽ മുജീബ്, സുനിൽ ദാസ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനർ, ഇവരൊക്കെ ഒരുമിച്ച് ഈ സാധനം വരുമ്പോഴാണ് ആ ഒരു ഇമ്പാക്ട് സ്ക്രീനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദേ ഓൾസോ ഡിസർവ് ഈക്വൽ ക്രെഡിറ്റ്. കാരണം അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ടീം ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രോപ്പർലി ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ദേ ആർ ദ റിയൽ അൺസങ് ഹീറോസ് ഓഫ് ചത്താപ്പച്ച. ഷിഹാൻ നമ്മുടെ പ്രൊഡ്യൂസർ, അദ്വൈത് ഡയറക്ടർ. അപ്പോൾ ഇറ്റ്സ് എ ടീം ഗെയിം. നമ്മൾ മാത്രം പോയി ഇടിച്ചിട്ട് കാര്യമില്ല. ഇടിക്കുമ്പോൾ മറ്റേ ഇമ്പാക്ട് തോന്നണമെങ്കിൽ ഇതൊക്കെ വേണം, എന്നാലേ അത് എലിവേറ്റ് ആവുള്ളൂ.
ഓക്കെ. ഇപ്പം ഈ കെയ്ൻ, അണ്ടർടേക്കർ, റെമിസ്റ്റീരിയോ, ജോൺസൺ ഇതൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഈ സിനിമ കാണുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നമ്മൾ അവിടെ പോയി മറ്റേ കാർഡ് കളിക്കുന്നത്, അതേപോലെ വീട്ടിൽ അമ്മയുടെ വഴക്കൊക്കെ കേട്ട് അത് ഈ വഴക്കുണ്ടാക്കി TV കണ്ടുകൊണ്ടിരുന്ന സമയം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ വിശാഖിൻ്റെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരുന്നു WWE. ഉറപ്പായിട്ടും ആ പടത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ആ സീൻ ഉണ്ടല്ലോ, മറ്റേ ബെഡിലേക്ക് ചോക്ക് സ്ലാം ചെയ്ത് ബെഡിൽ എന്റെ ലൈഫിൽ ഡെറ്റും അതേ സാധനം സംഭവിച്ചിട്ടുണ്ട്. പടം കണ്ടുകൊണ്ടിരുന്നപ്പോ അച്ഛനും അമ്മയൊക്കെ അപ്പൊ തന്നെ പിന്നെ ഫസ്റ്റ് ഫ്ലിപ്പായി, എടാ ഇത് നമ്മുടെ വീട്ടിൽ സംഭവിച്ച നമ്മളെ അത് തന്നെ അപ്പൊ അന്ന് എന്നെ തല്ലിയതൊക്കെ വെറുതെ ഇല്ല, ഇത് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, അപ്പോൾ ഞാൻ മാത്രമല്ല എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഈ പടത്തിലോട്ട് വരുമ്പോൾ നമുക്കൊക്കെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇപ്പൊ കെയ്ൻ, അണ്ടർടേക്കർ എന്നൊക്കെ പറയുന്ന അവര് തമ്മിലുള്ള റൈവൽറി, അണ്ടർടേക്കർ ഒരിക്കലും മരിക്കില്ല എന്നുള്ള ഒരു മിത്തോസ്, അപ്പൊ അങ്ങനത്തെ കാര്യം എത്രയോ വട്ടം ഉയർത്തെഴുന്നേറ്റില്ലേ പുള്ളി, 4 വട്ടം കൊണ്ട് മരിച്ചു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പുള്ളി ഇറങ്ങിയിട്ട് കയ്യിൽ നിന്നൊക്കെ മറ്റേ മിന്നിലൊക്കെ വന്ന് തീയൊക്കെ ഭയങ്കര ഹൈറ്റായിരുന്നു അതൊക്കെ. പക്ഷെ അന്നൊക്കെ നമ്മളത് 100% ബിലീവ് ചെയ്തിരുന്നു കേട്ടോ. ഒരു 10-15 വയസ്സൊക്കെ അത് ഫേക്ക് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ആയിരുന്നു, 50 years ഒക്കെ ആയിരുന്നു. ഇത് ഫേക്ക് ആണെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു ആ പോയിന്റ്. പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് എളുപ്പമല്ല, ഇവര് ആത്ലീറ്റ്സ് ആണ്, അത്രയും അത്ലറ്റിക് ആവാണ്ട് നമുക്കത് പിടിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണെന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലായത്. വിശാഖ്, എപ്പോഴും ഈ സ്ക്രീനിലെ ഇടിയും വഴക്കും ദുഷ്ടതരും ഒക്കെ കാണുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർ എന്താ പറയാറ്? അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മയ്ക്ക് ഈ തവണ ഈ പടത്തിൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, ഭയങ്കര സന്തോഷം. കഴിഞ്ഞ പടത്തിൽ എനിക്ക് കുറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സ്വന്തം മോൻ തല്ലുമ്പോൾ അവർക്കൊരു സങ്കടം തോന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞാലും അമ്മയാണെങ്കിലും. ബട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എസ്പെഷ്യലി പാരന്റ്സും ഫാമിലിയൊക്കെ ഭയങ്കര ത്രില്ഡാണ്. വിശാഖ്, ഇപ്പം ഭാര്യയെ പലപ്പോഴും പൊതുവേദികളിൽ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ചത്താപ്പച്ചയുടെ പ്രൊമോഷൻ ആണോ എന്ന് അറിയില്ല, രണ്ടുപേരും ഒന്നിച്ച് വരുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഭാര്യ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ സിനിമയൊക്കെ കണ്ടിട്ട്? ഭയങ്കരമായിട്ട്. നമ്മുടെ ഏറ്റവും വലിയ ഫാൻ, നമ്മുടെ ഏറ്റവും വലിയ ക്രിറ്റിക്കും ജയപ്രിയ തന്നെയാണ്. പുള്ളിക്കാരി ആദ്യം സിനിമയിൽ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ലോകത്തോട്ട് വന്നപ്പോൾ ആദ്യം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. ലൈക്ക് ഇവരൊക്കെ ആയിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, പബ്ലിക് ഫേസിംഗ് ആയിട്ടുള്ള കുറെ ഇവന്റ്സ്, അങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ഇതിന്. പക്ഷേ ആസ് ടൈം ആൻഡ് ഓൺ ഇപ്പോൾ എൻ്റെ കണ്ടംപററീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ഇപ്പോൾ പുതിയ പടങ്ങൾ ഏതാണെന്ന് നോളജബിൾ ആയിട്ടിരിക്കുക, സിനിമയെക്കുറിച്ച് പഠിക്കുക, ഫിലിം മേക്കിംഗ് പഠിക്കുക, PR, മാർക്കറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തൊട്ടെല്ലാം പഠിച്ചെടുത്ത ആള് എ മാറ്റർ ഓഫ് 3-4 years. അത് കംപ്ലീറ്റ്. ഇപ്പൊ എനിക്ക് പുതിയൊരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ ഫസ്റ്റ് പോകുന്ന ആൾ അവളുടെ അടുത്താണ്. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു സീൻ കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടിട്ട് ഏറ്റവും ഫസ്റ്റ് ക്രിറ്റിസിസം പറയുന്ന അവൾ തന്നെയായിരിക്കും. എടാ നീ അത് ഇപ്പൊ ഇത് നോക്കിക്കോ, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഫസ്റ്റ് കോൾ വരുന്ന അവളുടെ ആയിരിക്കും. എന്തെങ്കിലും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ എന്തിനാ ഇവിടെ ഇരുന്നു, എന്തിനാ ടീഷർട്ട് ഇട്ട്, എന്തെങ്കിലുമൊക്കെ പറയും. She's been a huge support. നമ്മളെപ്പോഴും ഗ്രൗണ്ട് ചെയ്യാനും നമുക്കെപ്പോഴും ശരിയും തെറ്റ് പറഞ്ഞു തരാനും ഒരാളുള്ളത്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ റെസ്പെക്ട് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഫോർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പം അത് ദൈവം സഹായിച്ച് ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ആ ഒരു കാര്യത്തിൽ സിങ്കാണ്. അങ്ങനെ തന്നെ തുടരട്ടെ രണ്ടുപേരും. വിശാഖിനി, പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാ? അടുത്തത് ഇനിയിപ്പോൾ കന്നഡയിൽ ഒരു ഫിലിം തുടങ്ങും നെക്സ്റ്റ് മന്ത്. പിന്നെ ഒരു തെലുങ്ക് പടത്തിന്റെ ഷൂട്ട് പകുതിയിൽ വെച്ച് നിർത്തി വെച്ചേക്കാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ചെയ്തിരുന്നു, അക്ക എന്ന് പറഞ്ഞ യഷ്രാജ് ചെയ്ത സാധനം. അത് ജൂണിൽ ഇറങ്ങേണ്ടതാണ്. അതിൽ കീർത്തി സുരേഷും രാധിക ആപ്തയും പൂർണിമേന്ദ്രജിത്ത്, പൂജ മോഹൻരാജ്, അങ്ങനെ ഒരു നല്ലൊരു വലിയൊരു കാസ്റ്റുള്ള ഒരു സാധനമാണ്. പിന്നെ ഒരു ഹിന്ദി ഫിലിം ഇങ്ങനെ പറഞ്ഞു വെച്ചു, പക്ഷെ അതെവിടെയും പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. മലയാളത്തിലുള്ള 2 പടങ്ങൾ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട്. മേ ബി ഒരു ജൂലൈ കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്ക് തുടങ്ങാനിരിക്കുന്നു. ഓക്കെ, അടിപൊളി. അപ്പം വിശാഖ്, ഒത്തിരി സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിനും. ചത്താപ്പച്ച ഇനിയിപ്പോൾ ഞാൻ ആശംസ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് വമ്പൻ ഹിറ്റാണ്. ഇനി വരുന്ന പടങ്ങളൊക്കെയും അടിപൊളിയാവട്ടെ, ഈ വർഷം സൂപ്പറായിട്ട് വരട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.